എപ്പോഴും കണ്ണീരൊലിപ്പിക്കുന്ന ഒരു കുടുംബമുണ്ട് ഏലൂരിൽ. വഴിയരികിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചു വെച്ചാണ് താമസം. ഏലൂർ നഗരസഭയിൽ 31-ാം വാർഡിൽ കൊഴുപ്പനാട്ട് പറമ്പിൽ സാജിദ സൈമണും 3 മക്കളും വീടില്ലാത്തതിനാൽ അന്തിയുറങ്ങുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചുകൊണ്ട് മറച്ച ഷെഡിൽ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതിനാൽ ഷാജിദ സൈമൺ മക്കളെ ചേർത്ത് പിടിച്ച് ഉണർന്നിരിക്കും. തൊണ്ടയിൽ ക്യാൻസർ പിടിപെട്ടതിനാൽ മറ്റു ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. അതുമൂലം വാടക വീട്ടിൽ നിന്നും വഴിയരികിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. എല്ലാവർക്കും അപേക്ഷകൾ കൊടുത്തു. എനിക്ക് വീടിന് വേണ്ടി മുനിസിപ്പാലിറ്റി എത്രയോ മെമ്പർമാർ ഇവിടെ ഇരുന്നുകൊണ്ടും വീടിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു. ഒരു ലൈഫ് പദ്ധതിയിൽ പോലും ഒരു വീടിന് അപേക്ഷിച്ചിട്ട് അവർ മെമ്പർമാരോ ചെയർമാനോ ആരും ഇതാക്കിയിട്ടില്ല. പിന്നെ ഒരു വീടിനൊരു അപേക്ഷ 21-ന് മുമ്പേ ഞാൻ അപേക്ഷകൾ വെച്ചതാണ്. എനിക്ക് ഇതുവരെ ആ വീട് പോലും എനിക്കില്ല. ഇപ്പം ഞാൻ തിരിച്ച് എനിക്ക് ക്യാൻസർ ആണ്, തൊണ്ടക്ക് തൈറോയിഡും കൂടുതലാണ്, ഹാർട്ടിന് ഹോളുള്ളതാണ്, 6 ഹോളുള്ളതാണ്. ഞാനിപ്പോൾ കിടക്കുന്നത് ഈ കട്ടുമ്മലാണ്. ഈ റോഡ് സൈഡിലുള്ള കട്ടിലാണ് ഞാനിപ്പോൾ ഈ കിടക്കുന്നത്. 2-3 പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. എനിക്കും എൻ്റെ കെട്ടിയോനിക്കും എൻ്റെ മക്കൾക്കൊന്നും യാതൊരു നിവർത്തിയും ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്ന കാരണം അവർക്ക് ആർക്ക് പണിക്കും പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ഇത് പൊളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർ. എനിക്കാണെങ്കിൽ വീട് വെക്കാൻ പോലും ഷെഡ് വെക്കാൻ പോലും എനിക്കൊരു സ്ഥലം തന്നില്ല. എനിക്ക് സ്ഥലവും ഇല്ല, വീടില്ല, ഒന്നുമില്ല. മുനിസിപ്പാലിറ്റിക്കാർക്ക് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ മെമ്പർമാർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചോദിച്ചാൽ ആൾക്കാർക്കൊക്കെ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്കൊരു വോട്ട് ചെയ്താൽ എനിക്ക് ഇതുവരെ ഒരു വീടോ കാര്യത്തിനോ ഒന്നിനും എനിക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല. എനിക്ക് ഇതിലെങ്കിലും എനിക്കൊരു നടപടി ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ ഞാനിപ്പോൾ ഇത് ഇടുന്നത്. 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയുമുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഓട്ടിസം ബാധിച്ചതാണ്. അസുഖബാധിതരായ ഭാര്യയും ഓട്ടിസം ബാധിച്ചിട്ടുള്ള മകളും ഉള്ളതിനാൽ ഭർത്താവായ സൈമണിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. പലതവണ അപേക്ഷ നൽകിയിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഷാജിദ സൈമൺ ആരോപിക്കുന്നത്. വീടിനായി ഏറെ നാളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇവർ. പാവപ്പെട്ടവർക്ക് പാർപ്പിടമൊരുക്കുന്ന സർക്കാരിന്റെ ലൈഫ് പദ്ധതിക്കായി അപേക്ഷ നൽകി. അപേക്ഷ നഗരസഭ നിരാകരിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലെ കർക്കശ നിബന്ധനയിൽ വഴിയാധാരമായ കുടുംബം അന്തിയുറങ്ങുന്നത് തെരുവിൽ. സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവരെയും സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്തവരെയും പദ്ധതി പ്രകാരം പരിഗണിക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. മെട്രോ നഗരത്തിലെ ശുചീകരിച്ച മുറിയിലിരുന്ന് ടിവിയും 5G സ്പീഡിൽ യൂട്യൂബും മാറി മാറി നോക്കിയിരിക്കുന്നവർക്ക് പാവപ്പെട്ട വീടില്ലാത്ത കുടുംബത്തിന്റെ വിഷമതകൾ മനസ്സിലാക്കാൻ അല്പമല്ല സാമാന്യ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാകും വലിയ തോതിലുള്ള ഉപദേശക്കാർ നിരന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് പലവട്ടം ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി.